പൊള്ളാച്ചിയിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ് പരാതി വന്നത് മുതൽ തന്നെ പൊള്ളാച്ചിയിലേക്ക് രക്ഷപ്പെട്ടു, അവിടെ എത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. രാഹുൽ ഇപ്പോഴും കേരളത്തിന് പുറത്താണ് ഉള്ളതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ പൊള്ളാച്ചിയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ തിരച്ചിൽ അവിടെയും തുടരുമോ, അതോ രാഹുലിനെ നാളേക്ക് മുൻപായി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ടോ? ജിൽസി, രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന് പുറത്താണെന്ന കാര്യം അന്വേഷണ സംഘം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞായറാഴ്ച വരെ എവിടെയായിരുന്നു സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഞായറാഴ്ച വരെ അദ്ദേഹം തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യം, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം ആദ്യം വരുന്നത് പൊള്ളാച്ചിയിലേക്കാണ്. പൊള്ളാച്ചിയിലെ വിവിധ ഇടങ്ങളിൽ, ആനമലൈ പോലുള്ള ഇടങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളൊക്കെ തന്നെ വലിയ ഫാം ഹൗസുകളും ഒക്കെയുള്ള പ്രദേശങ്ങളാണ്. ഈ ഒരു ഏരിയയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വ്യാഴവും വെള്ളിയും കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞായറാഴ്ച വരെ തമിഴ്നാട്, കോയമ്പത്തൂരും പൊള്ളാച്ചിയുമായുള്ള തമിഴ്നാട് പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ മുതൽ തന്നെ അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിരിക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെയും സഹായം, തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ച് പോലീസിന്റെ 4 സംഘമായി തിരിഞ്ഞ് ഇവർക്കൊപ്പം അന്വേഷണത്തിന് ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം, ഈ ഞായറാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മറ്റു ഇടങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം കർണാടകയിലേക്കും അന്വേഷണം വ്യാപിച്ചിരിക്കുന്നു. അന്വേഷണം കർണാടകയിലേക്കും നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടേക്കും അന്വേഷണ സംഘം പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ വഴിയിലൂടെ അന്വേഷണ സംഘം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. നേരത്തെ പാലക്കാട്ടിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചുവന്ന കാറ് അതിർത്തി പ്രദേശത്തിലൂടെ പൊള്ളാച്ചിയിലേക്ക് എത്തിയെന്നുള്ള വിവരങ്ങൾ ലഭിച്ചു. അങ്ങനെയാണ് പൊള്ളാച്ചിയിൽ വരുന്നത്. പൊള്ളാച്ചിയിൽ നിന്നാണ് ഇപ്പോൾ കോയമ്പത്തൂരിലേക്കും അവിടെ നിന്ന് ഇത്തരത്തിൽ കർണാടകയിലേക്കും പോയി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇപ്പോൾ വ്യാപകമായുള്ള തിരച്ചിൽ തുടരുകയാണ് അന്വേഷണ സംഘം. കർണാടകയിലേക്ക് വരെ എത്തി നിൽക്കുന്നു അന്വേഷണ സംഘത്തിന്റെ തിരച്ചിലെന്നാണ് ജംഷീർ കൊടിഞ്ഞി റിപ്പോർട്ട് ചെയ്യുന്നത്.